നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു 13 വയസ്സുകാരൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇത്. മധ്യപ്രദേശിലെ കുർസി ഗാപ്പ ഗ്രാമത്തിലാണ് ഇത് നടക്കുന്നത്. തന്നെ ആക്രമിക്കാനെത്തിയ പുള്ളിപ്പുലിയുടെ കഴുത്തിന് പിടിച്ചു നിർത്തി 13കാരൻ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ സത്യം താക്കൂർ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ കിണറിനടുത്ത് വൈകിട്ട് 7 മണിയോടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു പുള്ളിപ്പുലി ചാടി വീണ് ഈ 13 വയസ്സുകാരനെ ആക്രമിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ സത്യ ഒട്ടും ഭയക്കാതെ ധൈര്യത്തോടു കൂടി തന്നെ അതിൻ്റെ കഴുത്തിൽ പിടിച്ചു നിർത്തി. ആ സമയം പുലിയുടെ നഖം കൊണ്ട് വയറിലും കാലുകളിലും ഒക്കെ തന്നെ ഈ കുട്ടിക്ക് പരിക്കേറ്റെങ്കിലും അവൻ പിടിവിട്ടില്ല. അവന് വേദനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ആ പിടിവിട്ടാൽ ഒരുപക്ഷെ തന്നെ അത് കടിച്ചു കീറുമെന്ന് അറിയാവുന്നതുകൊണ്ട് പരമാവധി അതിനെ തൻ്റെ ശക്തി കൊണ്ട് പിടിച്ചു നിർത്താനാണ് ഈ 13കാരൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ആ കുട്ടി പരമാവധി ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടിയുടെ നിലവിളി കേട്ട് പിതാവ് മഹേന്ദ്ര സിംഗ് ഠാക്കൂറും കുടുംബാംഗങ്ങളും വടികളുമായി അവിടേക്ക് ഓടിയെത്തിയത്. അപ്പോഴേക്കും പുലിയും സത്യവും തമ്മിലുള്ള മൽപ്പിടുത്തം തുടരുകയായിരുന്നു. ഇതൊന്നും സിനിമയിലുള്ളതല്ല, ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഉടൻ തന്നെ കുടുംബാംഗങ്ങൾ വടിയും മറ്റുമായി വന്ന് ബഹളം വെച്ചതോടെയാണ് പുലി കാട്ടിലേക്ക് ഓടിപ്പോയതെന്ന് മഹേന്ദ്ര സിംഗ് ഠാക്കൂർ പറഞ്ഞു. സത്യയുടെ വയറിനും കൈകാലുകൾക്കും പുലിയുടെ നഖം കൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് കുട്ടിയെ പിപ്പാരിയ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സത്യയ്ക്ക് അടിയന്തര ധനസഹായമായി 1000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കൂടുതൽ സഹായം നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വനമേഖലയോട് ചേർന്ന ഗ്രാമങ്ങളിൽ പുള്ളിപ്പുലികളുടെ സാന്നിധ്യം അപൂർവമല്ലെങ്കിലും കുട്ടികൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ വളരെ വിരളമാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ 13 വയസ്സുകാരൻ്റെ ധീരതയ്ക്ക് നമ്മൾ കൈയടിച്ചേ മതിയാവൂ. കാരണം ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ പെട്ടെന്ന് ആക്രമിക്കാൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയമുണ്ടാകും. പെട്ടെന്ന് തന്നെ ഇത് അതിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുകയും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വലുതായിരുന്നു. അവിടെയാണ് ഈ 13 വയസ്സുകാരൻ ധൈര്യപൂർവ്വം തനിക്ക് പരിക്കേറ്റാലും പരമാവധി അതിനെ തൻ്റെ ശക്തി കൊണ്ട് പിടിച്ചു നിർത്തി ബഹളം വെച്ച് ആളെ കൂട്ടിയത്. ഏതായാലും ആ ധീരതയ്ക്ക് മുന്നിൽ കൈയടിക്കുകയാണ്. അതേസമയം തന്നെ ഇന്നലെ തന്നെയാണ് കർണാടകയിലെ ചാമരാജനഗറിൽ നിന്ന് നടുക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നത്. മലൈ മഹദേശ്വര കുന്നുകളിലേക്ക് തീർത്ഥാടനത്തിന് പോയ ഒരു കുട്ടിയെ പുള്ളിപ്പുലി കടിച്ചുകൊണ്ടുപോയി കൊന്നു എന്നുള്ള വാർത്തയാണ് വന്നത്. ബംഗളൂരു ലങ്കാര സ്വദേശിയായ ഹർഷിത് എന്ന കുട്ടിയാണ് മരിച്ചത്. കുടുംബത്തിലെ 10ഓളം പേർക്കൊപ്പം മഹദേശ്വര ക്ഷേത്രത്തിൽ നിന്ന് നാഗി മലയിലേക്ക് കാൽനടയായി പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നാഗമലൈ പാതയിലെ ഇൻഡി ഗനത്തെ എന്ന സ്ഥലത്ത് സമീപത്ത് വെച്ചാണ് പുലി കുട്ടിയെ ആക്രമിച്ചത്. കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു പുലിയുടെ അപ്രതീക്ഷിത ആക്രമണം. കുട്ടിയെ കടിച്ചെടുത്ത് പുലി ഉടൻ തന്നെ കാട്ടിലേക്ക് ഓടി പറഞ്ഞു. ഈ കാഴ്ച കണ്ട് ഭയന്നുപോയ വീട്ടുകാർ ഉറക്കെ നിലവിളിച്ചു. ഉടൻ തന്നെ അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. മഹദേശ്വറിന്റെ 77 കുന്നുകളിൽ ഒന്നാണ് നാഗമലൈ. ഈ പ്രദേശം നിബിഡ വനമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ സാധാരണമാണ്. ഈ വഴിയിൽ മുമ്പും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും മാസം മുമ്പും ഇതേ സ്ഥലത്ത് പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ മേഖലകളിലൊക്കെ തന്നെ വന്യമൃഗ ശല്യം ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ അതൊരു സഞ്ചാരപാതയായിട്ട് കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്.